ജമ്മുകാശ്മീരിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിദേശ സന്ദർശനം അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കാശ്മീരിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. അബ്ദുൾ റഷീദ് ഒരിക്കൽ കൂടി ചേരുന്നു വിവരങ്ങൾ നൽകാൻ. അബ്ദുൾ റഷീദ്, ചടുലമായ നീക്കങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നുവെന്ന് മനസ്സിലാകുന്നു. പക്ഷേ സുരക്ഷ ഏർപ്പെടുത്തുന്നതിലടക്കം വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും കേന്ദ്ര സർക്കാരിനും. ആ നിലയിൽ തന്നെയല്ലേ കാര്യങ്ങളെ കാണേണ്ടത്? അസിത, തീർച്ചയായും ഈ അവസാന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ദ്രുതഗതിയിലുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഭീകരാക്രമണം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ആഭ്യന്തര മന്ത്രാലയവും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ തന്നെയും കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത്. പ്രധാനമായും ആഭ്യന്തരമന്ത്രി അമിത്ഷാ വൈകിട്ട് 8 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ശ്രീനഗറിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്നാൽ നിലവിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. സൗദിയിലെ ദ്വിദിന സന്ദർശനം വെട്ടിച്ചുരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തിരികെ എത്തുന്നത്. എന്തായാലും ഇന്ന് രാത്രി തന്നെ സൗദി അറേബ്യയിൽ നിന്ന് തിരിക്കുകയും നാളെ രാവിലത്തോടു കൂടി ഇന്ത്യയിലെത്തും. പിന്നീട് ശ്രീനഗറിലേക്ക് തിരിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ BJPക്കെതിരെയും അതോടൊപ്പം ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ഈ പശ്ചാത്തലത്തിൽ വലിയ വിമർശനം ഏറ്റുവാങ്ങിയതിന്റെ സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ചും ഈ ദിനം പ്രതി ആയിരക്കണക്കിന് ആളുകൾ, വിദേശ സഞ്ചാരികൾ അടക്കമുള്ള ആളുകൾ എത്തുന്ന ഈ പഹൽഗാമിൽ സുരക്ഷ ഏർപ്പെടുത്തുന്നതിന് കേന്ദ്ര സേനക്കും അതോടൊപ്പം കേന്ദ്ര സർക്കാരിനും വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതിന്റെ അവസാന ഉദാഹരണം കൂടിയാണ് ഇന്ന് നടന്നിട്ടുള്ള ഭീകരാക്രമണം. ഇത്തരത്തിൽ വലിയ വിമർശനം കേന്ദ്ര സർക്കാർ എതിരെ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ മേഖലയിൽ തെരച്ചിൽ തുടരുകയാണ്. ഈ 7 അംഗ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ സൈന്യം ഊർജിതമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതേസമയം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിൽ എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും അതോടൊപ്പം തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതുമായ കാര്യങ്ങളൊക്കെ തന്നെയും ഉന്നതതല ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. പഴുതടച്ചുള്ള അന്വേഷണം നടത്തും. ഇവരെ പിടികൂടിയാൽ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യക്തമാക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നതിൽ അല്ലെങ്കിൽ ഇത്തരം വിവരങ്ങൾ മറച്ചുവെക്കുന്നത്, യാഥാസ്ഥികമായിട്ടുള്ള വിവരങ്ങൾ മറച്ചുവെക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഉച്ചയോട് കൂടി നടന്നിട്ടുള്ള ഈ ഭീകരാക്രമണത്തിന്റെ കൃത്യമായിട്ടുള്ള സ്ഥിരീകരണം ഇപ്പോഴും കേന്ദ്ര സർക്കാർ പുറത്തുവിടുന്നില്ല. നിലവിൽ ഇപ്പോൾ 16 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുള്ള പട്ടിക മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ കേരളത്തിൽ നിന്നടക്കമുള്ള കൊല്ലപ്പെട്ടവരുടെ പേരോ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേപ്പാളിൽ നിന്നും അതോടൊപ്പം UAE നിന്നും അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ പേരുകളും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക, ഗുജറാത്ത്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾക്കും ഈ ഭീകരാക്രമണത്തിന്റെ ഇരയായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പുറത്തുവിട്ടുള്ള പട്ടികയിൽ നിന്ന് നമുക്ക് വ്യക്തമാകാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 13 പേർ ഈ വെടിയേറ്റതിനെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയാണ്. ഇവരെ ഉടൻ തന്നെ ശ്രീനഗറിലേക്കുള്ള ആശുപത്രിയിലേക്ക് തുടർ ചികിത്സക്കായി, വിദഗ്ധ ചികിത്സക്കായി മാറ്റുമെന്നുള്ള കാര്യമാണ് കേന്ദ്ര സേനയും വ്യക്തമാക്കുക. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ 2 ദിവസത്തെ സന്ദർശനം വെട്ടിച്ചുരുക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നുള്ള വിവരം ഇപ്പോൾ ലഭ്യമാകുന്നത്. ശരി, അബ്ദുൾ റഷീദാണ് ആ വിവരങ്ങൾ നൽകുന്നത്. മരിച്ചവരിൽ മലയാളി ഉൾപ്പെടെ വിദേശികൾ ഒക്കെയും ഉൾപ്പെടുന്നുണ്ട്. ഒരുപാട് ആളുകൾ വിനോദസഞ്ചാരത്തിന് എത്തുന്ന മേഖലകളായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള സുരക്ഷാ വിന്യാസം അവിടെ ഉണ്ടായിരുന്നില്ല. ആ പഴുതാണ് ഭീകരർ ഉപയോഗിക്കുകയും ചെയ്തത്. അങ്ങനെ ഈ ആളുകൾക്കിടയിലേക്ക് എത്തി വെടിയുതിർക്കുക കൂടിയായിരുന്നു. അബ്ദുൾ റഷീദിലേക്ക് ഒരിക്കൽ കൂടി പോകുകയാണ്. അബ്ദുൾ റഷീദ്, മുൻപ് സംസാരിക്കുമ്പോൾ പരിക്കേറ്റ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുകയാണെന്ന് അബ്ദുൾ റഷീദ് സൂചിപ്പിച്ചിരുന്നു. ഈ ആശുപത്രിയുമൊക്കെയായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? അവരുടെ നിലവിലെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് അബ്ദുൾ റഷീദ്? നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള 13 പേരിൽ 8 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ള വിവരമാണ് ഈ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട മരണസംഖ്യ ഇനി ഉയർന്നേക്കുമെന്നുള്ള സൂചന കൂടി ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും പെഹൽഗാമിലുള്ള സർക്കാർ ആശുപത്രി വിദഗ്ധ ചികിത്സക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളുടെ പരിമിതി നേരിടുന്നുണ്ട്. ഇതൊക്കെ തന്നെയും ഈ ചികിത്സ നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ചികിത്സയിലുള്ളവരെ 13 പേരെയും ഉടൻ തന്നെ ശ്രീനഗറിൽ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നുള്ള കാര്യം സൈന്യവും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ മേഖലയിലൊക്കെ തന്നെയും വാഹനങ്ങൾ എത്തിക്കുന്നതിലടക്കമുള്ള
വെല്ലുവിളികൾ നേരിട്ടിരുന്നു. പ്രത്യേകിച്ചും കാൽനടയായും അതോടൊപ്പം കുതിര, കഴുത പോലെയുള്ള സവാരികൾ ഉപയോഗിച്ചുകൊണ്ടാണ് വിനോദസഞ്ചാരികൾ അടക്കമുള്ള ആളുകൾ ഈ മേഖലകളിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ ആദ്യഘട്ടത്തിൽ ഈ വെടിവെപ്പ് ഉണ്ടായതിനു പിന്നാലെ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനും അതോടൊപ്പം തുടർ ചികിത്സകൾ നൽകുന്നതിനും വലിയ വെല്ലുവിളികൾ നേരിട്ടിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ മരണസംഖ്യയും ഉയർന്നിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഈ 13 പേരുടെ മേരെയും തുടർ ചികിത്സക്കായി ശ്രീനഗറിലെ ആശുപത്രിയിലേക്ക് മാറ്റും. ഇത്തരത്തിൽ ഈ പഹൽഗമിലും അതോടൊപ്പം ഈ വിവിധ മേഖലകളിലൊക്കെ തന്നെ ഈ ആശുപത്രികളിലും അതോടൊപ്പം ഈ ഗതാഗതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെയും വലിയ വെല്ലുവിളികൾ നേരിട്ടുന്നു. ആദ്യഘട്ടത്തിൽ ഇത് വലിയ വെല്ലുവിളിയായി തന്നെ നേരിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് മരണസംഖ്യ ഉയർന്നേക്കുമെന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആശുപത്രിയിലുള്ള ആളുകൾക്കുള്ള ചികിത്സകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിദഗ്ധ ചികിത്സക്കായി അവരെ സൈന്യത്തിന്റെ പ്രത്യേക ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് ശ്രീനഗറിലേക്ക് മാറ്റുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്.